ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമല്ലെന്ന വിലയിരുത്തലാണ് CPM ഉള്ളത്. LDFന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് ജനവിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മൂന്നാം ഇടത് സർക്കാരിലേക്കുള്ള ദിശാസൂചനയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ കൃത്യമായ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. UDFന് SDPI നൽകിയ പിന്തുണയെ ചൊല്ലിയും രാഷ്ട്രീയ പോരിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. അതെല്ലാം BD സതീശൻ്റെയും അതുപോലെ തന്നെ K സുരേന്ദ്രൻ്റെയും ഒക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. രണ്ടാം ടേമും കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ പോകുന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ്. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് UDF അവിടെ ജയിച്ചത്. UDFന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്. ഈ ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ആദ്യം അവിടെ പ്രകടനം നടത്തിയത് SDPI. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്, അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം. എന്നിട്ടും ചില മന്ത്രിമാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളായ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത്, വേറെ ആരെയും കാണാറില്ല. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത്? TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, പുതിയ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതു ഭരണത്തിലേക്കുള്ള ദിശാസൂചിക എന്നാണ് MV ഗോവിന്ദൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരം വ്യക്തമായി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ. എങ്ങനെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭാവി നിർണ്ണയിക്കുന്നത്? വിനീത, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിൽ LDFനും അതുപോലെ UDFനും ഒരുപോലെ ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ BJPക്ക് ഇന്നത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം അത് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചേലക്കര നിലനിർത്താൻ കഴിഞ്ഞതോടുകൂടി ഭരണവിരുദ്ധ വികാരമില്ല എന്ന നിലപാടുമായാണ് CPIയും CPMും ഒപ്പം മുഖ്യമന്ത്രിയും മുന്നോട്ട് വന്നിരിക്കുന്നത്. MV ഗോവിന്ദൻ പറയുന്നത് ഒരു തരത്തിലുള്ള വിരുദ്ധ വികാരവുമില്ല, മാത്രമല്ല LDF നില മെച്ചപ്പെടുത്തി എന്ന രീതിയിലാണ് MV ഗോവിന്ദൻ്റെ പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കലുണ്ടായത്. മാത്രമല്ല UDFൻ്റെ വിജയം എന്നുള്ളത് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വിജയമാണ് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അത് തന്നെ ആവർത്തിക്കുകയാണ്. വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുള്ള വിജയമാണ് പാലക്കാട്ട് UDFനുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുകയുണ്ടായി. മാത്രമല്ല ഈ വിജയം എന്നുള്ളത്, അതായത് ചേലക്കരയിലെ വിജയം എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു.